ക്യാമറകളെല്ലാം ഇങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നതെല്ലാം സത്യമാണ്. ആ സത്യം ബിഗ് ബോസ് റെക്കോർഡ് ചെയ്ത് പുറത്തോട്ടെത്തിക്കുന്നു. ആ ഒരു വിചാരത്തിലാണ് രേണു ഇക്കാര്യം പറഞ്ഞത്. ഇക്കാര്യത്തിന്റെ തുടക്കം മറ്റൊന്നുമല്ല, അനീഷും അപ്പാനിയും തമ്മിലൊരു വഴക്കുണ്ടായി കിച്ചണിൽ വെച്ച്. അപ്പോൾ അനീഷ് പറഞ്ഞു, നിന്റെ നാടകമൊന്നും ഇവിടെ വേണ്ട എന്ന്. ഈ വിഷയത്തെ പിടിച്ച് അപ്പാനെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. നാടക നടന്മാരെ പറഞ്ഞു, വഴിയോര കലാകാരന്മാരെ പറഞ്ഞു, നിനക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് പറയാൻ? കലാകാരന്മാരെല്ലാം നിന്നെ എടുത്തിട്ട് ഉടുക്കുമെട, നിന്നെ എടുത്തിട്ട് തീർക്കുമെട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. അങ്ങനെ കിച്ചണിൽ വെസൽ കഴിക്കൊണ്ടിരിക്കും പറയാണ്. അങ്ങോട്ട് വരുന്ന രേണു പറയുന്ന ഈ ഡയലോഗാണിത്. ക്യാമറ എന്തായാലും ഇങ്ങോട്ടാണ് നോക്കുന്നത്. അതായത് നമ്മൾ പറയുന്നത് സത്യമാണ്. ഞാനും ഒരു നാടക നടിയാണ്, നാടക ഫീൽഡിൽ നിന്ന് വന്നതാണ്. അപ്പം നമ്മുടെ തൊഴിലിനെയാണ് ഇവൻ പറയുന്നത് എന്ന തരത്തിലാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ ക്യാമറ ഇവരുടെ നേരെ ഇരിക്കുന്നതുകൊണ്ട് ഇവർ പറയുന്നത് ശരിയാണെന്ന് അർത്ഥമുണ്ടോ? അവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രമാണ് നിന്റെ നാടകം വേണ്ട എന്ന്. ഇതേ അപ്പാന് തന്നെയാണ് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ അനീഷിനോട് പറഞ്ഞത്, നിന്റെ നാടകമൊന്നും ഇവിടെ വേണ്ടടാ എന്ന്. നാടക നടനാണെന്നും പറഞ്ഞ് നാടകത്തെ പൊക്കിപ്പറയുകയും നാടക നടനാന്ന് അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന നീ പറഞ്ഞത് ശരിയാണോ? ബിഗ് ബോസ് സീസൺ 7 കണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ക്യാമറ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് പോയി നിൽക്കും. മിക്കവാറും എല്ലാ സീസണിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ സീസണിൽ ഇത് ഏറ്റവും കൂടുതലാണ്. ക്യാമറ മൂവ് ചെയ്യുന്നിടത്തിലോട്ട് പോയിട്ട് നോക്കി നിൽക്കുക. രേണുവിനൊക്കെ നല്ല ട്രെയിനിങ് കിട്ടി വന്നതാണെന്ന് തോന്നുന്നു. ആരോ പറഞ്ഞു പഠിപ്പിച്ചതുപോലെയാണ് ചെയ്യുന്നത്. ക്യാമറ എങ്ങോട്ട് തിരിയുന്നോ അവിടെ പോയി നിന്നോണം, എന്തേലൊക്കെ പറഞ്ഞോണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ക്യാമറയൊക്കെ നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നത് സത്യമാണ്, ബിഗ് ബോസ് നമ്മളെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിൽ രേണു ഇങ്ങനെയൊക്കെ പറയുന്നത്. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.